ഹലോ ഗൈസ്, നമ്മുടെയൊക്കെ ലൈഫിൽ ചില സമയങ്ങളുണ്ട്. അതായത് എല്ലാം ഒരു ഡാർക്ക് മോഡിലേക്ക് പോകുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. കൂടെയുള്ളവർ പോലും നമ്മളെ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട്, അതായത് കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്ന ഭയങ്കരമായ നിമിഷങ്ങൾ. ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഫസ്റ്റ് തോട്ട് എന്താണെന്ന് അറിയാമോ? ദൈവം എന്നെ മറന്നു, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല, ഇനി ജീവിച്ചിട്ട് എന്തിനാ എന്നുള്ള ചിന്തകളായിരിക്കും അധികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ബട്ട് ലിസൺ ടു മീ, ഇപ്രകാരമുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഈ ലോകത്തിലെ നെഗറ്റീവ് ഫോഴ്സസ് കാരണമാണ്. ദൈവം നമ്മെ കൈവിട്ടു എന്ന് നമ്മെ വിശ്വസിപ്പിക്കുവാനാണ് ആ നെഗറ്റീവ് ഫോഴ്സസുകൾ എപ്പോഴും നോക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് എ ബിഗ് ലൈ. സത്യത്തിൽ ദൈവം നമ്മെ കൈവിട്ടു എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യത്തിൽ ദൈവം അവിടെ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരിക്കും. ഒരുപക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം ആ വാക്ക് ഒരിക്കലും മാറ്റുവാനായിട്ട് പോകുന്നില്ല. ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? അത് സെൽഫ് വർത്ത് കണ്ടെത്തുക എന്നുള്ളതായ ആ ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളിലും മറ്റുള്ളവരുടെ കമൻറ്റുകളിലും നമ്മുടെ വില നാം തിരയുമ്പോൾ ആ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നാം തകർന്നു പോയേക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നാം എത്ര വലിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ തോൽവിയിലൂടെയാണ് നാം പോകുന്നതെങ്കിലും, ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് അതെപ്പോഴും നമ്മെ തേടി വരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയം നമുക്ക് വേണ്ട. യുവർ ഫെയിലിയേഴ്സ് ഡോണ്ട് ഡിഫൈൻ യു. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആ നെഗറ്റീവ് ശബ്ദങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ നാം ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ നാം വിട്ടുകൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും കാണുന്ന ഒരാൾ എപ്പോഴും നമ്മോടൊപ്പം. ലോകം നമ്മെ ഒരു ഫെയിലിയർ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന ഒരു മാസ്റ്റർ പീസ് എന്നാണ്. അതുകൊണ്ട് ആ നുണകളെ തള്ളിക്കളഞ്ഞ് ഈ സത്യത്തെ നമുക്ക് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ആ വെയിറ്റിംഗ് പീരീഡിൽ കൂടെ ദൈവം നമ്മെ യഥാർത്ഥത്തിൽ സ്ട്രോങ് ആക്കുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷ നാം കൈവടിയണ്ട. കാരണം നമ്മുടെ ബെസ്റ്റ് ഡേയ്സ് അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ഈ നല്ല മാറ്റം തുടങ്ങിയതായ ദൈവം അത് തീർച്ചയായിട്ടും അവിടെ പൂർത്തിയാക്കും. വി ആർ നോട്ട് അലോൺ. ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. ഗോഡ് ബ്ലെസ്.